നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരവും. വിശാഖം നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വിശാഖത്തിന് 2 കൂറുണ്ട്, തുലാക്കൂറുമുണ്ട്, വൃശ്ചികക്കൂറുമുണ്ട്. അപ്പോൾ തുലാക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും ഈ വേഴമാറ്റം വലിയ ഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. സന്തോഷമായിട്ടിരിക്കുക. കാരണം വേഴൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറി വരുന്നത് 2026 6-ാം മാസം 2-ാം തീയതിയാണ്. അത് കഴിഞ്ഞാൽ 2026 10-ാം മാസം വരെ കർക്കിടകത്തിൽ നിന്ന് വേഴം വീണ്ടും ചിങ്ങത്തിൽ വരും. വീണ്ടും 2027 ജനുവരി മുതൽ വീണ്ടും കർക്കിടകത്തിൽ. പിന്നെ 2027 6-ാം മാസം വരെ കർക്കിടകൻ രാശി തന്നെ നടക്കും. അപ്പോൾ വേഴൻ തുലാക്കൂറുകാർക്ക് 10-ലും 11-ലും, വൃശ്ചികക്കൂറുകാർക്ക് വേഴൻ 9-ലും 10-ലുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ ഗുണം കിട്ടും. അങ്ങനെ വേഴൻ 10-ലും 11-ലും സഞ്ചരിക്കുന്ന കാര്യം തുലാക്കൂറുകാർക്ക് വേഴൻ 10-ലും 11-ലുമാണ്. ഇപ്പോൾ 10-ല് വേഴൻ 12 വർഷത്തിലൊരിക്കൽ വരും. 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി വലിയ ആഗ്രഹമുള്ളവരാണ്. ഉള്ള ജോലിയിൽ ഒരു മെച്ചമോ നേട്ടമോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ അഭിവൃദ്ധി കിട്ടാനും ഒരു തൊഴിലാളി മുതലാളിയെപ്പോലെ രക്ഷപ്പെട്ട് ജീവിക്കാനും അംഗീകാരങ്ങളും അവസരങ്ങളും ഒക്കെ കിട്ടാനും നമ്മുടെ കഷ്ടപ്പാടുകളും നിശേഷവും മാറി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടി ജയിക്കാനും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും ബിസിനസ് തുടങ്ങാനും ചെറിയ ചെറിയ സംരംഭങ്ങൾ വലിയ നേട്ടമായിട്ട് ഭവിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് 10-ല് വേഴൻ സഞ്ചരിക്കുന്ന സമയം. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ഈ ബൃഹത്തനു പിങ്കളമൂർത്ത ജ്യേഷ്ഠവും ബൃഹസ്പതി ശ്രേഷ്ഠമതി കവാത്മകാനാണ്. ശരീരത്തിന് ബൃഹത്തനു നല്ല ആരോഗ്യവും സൗന്ദര്യവും തേജസ്സും ഒക്കെ വർദ്ധിക്കും. അതേപോലെ ബൃഹസ്പതി എന്നാണ് പരിഷ്കൃതമായ ശാസ്ത്രങ്ങൾ, വിഷയങ്ങൾ, വിദ്യകൾ പഠിക്കുകയും അത് ഭൂതവർത്തമാന ഭവിഷ്യക്കാലങ്ങളെ ഊഹാഭോഗം കൊണ്ട് നല്ലതേത് കെട്ടതെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് അവരുടെ ജോലിയിലും പ്രവർത്തന രംഗങ്ങളിലും മെച്ചപ്പെട്ട നേട്ടങ്ങൾ അവരുടെ അധ്വാനവും പരിശ്രമവും കൊണ്ട് നേടി സമൂഹത്തിലുള്ളവരുടെ സ്നേഹവും സഹായം കൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടായി ഭാഗ്യങ്ങൾ സിദ്ധിക്കപ്പെടാൻ യോഗമുള്ള സമയമാണ്. വേഴൻ 10-ല് വരുമ്പോൾ നമുക്ക് ദേവാലയം അമ്പലം വയ്ക്കാനുള്ള യോഗം, അമ്പലം, ആശ്രമം, പുണ്യകർമ്മങ്ങൾ, ദേവകാര്യങ്ങളൊക്കെ നോക്കും. ദേവകാര്യങ്ങൾ നോക്കുന്നതോടുകൂടി ദേവന്മാരുടെ പ്രീതി സഹായമൊക്കെ നമുക്ക് കിട്ടും. നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ വേണ്ട സഹായങ്ങൾ കിട്ടും. അതുപോലെ വലിയ റോഡും വഴികളും വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ യോഗം, വഴിയൊക്കെ വെട്ടാൻ യോഗം. സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടി ജയിക്കാനുള്ള യോഗവും. അങ്ങനെ നമ്മൾ സീറോയിൽ നിന്ന് ഹീറോ ആയിട്ട് വരുന്ന ഒരു സമയമാണ് 10-ല് വേഴൻ. 2026 6-ാം മാസം മുതലാണ് നമുക്ക് വേഴൻ മാറണതെങ്കിലും 10-ാം മാസം മുതൽ വേഴൻ നമുക്ക് 11-ന് വരും. 11-ന് വേഴൻ വരുമ്പോൾ സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാവശ ചിന്ത്യാത് ഏകാദശാദിമേ എന്നാണ്. സർവാഭീഷ്ടം ഇഷ്ടകാര്യങ്ങളെല്ലാം നേടാൻ പറ്റും. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനും ജയിക്കാനും അഭിവൃദ്ധി കിട്ടാനും യോഗമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠന്മാരെ കൊണ്ട് ജ്യേഷ്ഠന്മാരെ പോലെ സഹോദരങ്ങളെപ്പോലെ സഹായിക്കുന്ന അന്യ ആൾക്കാരുടെ സഹായവും സ്നേഹം ഇതൊക്കെ കിട്ടാനും സ്വന്തം സഹോദരങ്ങളും നമ്മളോട് സ്നേഹം സഹായമൊക്കെ ആയിട്ട് സഹായിക്കാനും അതേപോലെ അർത്ഥലാഭം നമുക്ക് സർക്കാരിൽ നിന്നും ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലെക്കാളും മെച്ച നേട്ടങ്ങൾ കിട്ടാനും യോഗമുള്ള സമയമാണ്. 11 വേഴൻ നിൽക്കുമ്പോൾ 4 ഫലങ്ങൾ പറയണമെന്നാണ്. ഒന്ന് വിദ്യാരോഗ്യം, ദീർഘായുസ്, ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടുമെന്നാണ്. അപ്പോൾ വലിയ രോഗങ്ങളൊക്കെ മാറും. സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് ആശുപത്രിക്കാർ നമ്മുടെ പറയും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇല്ലാതെ ഇരിക്കുന്നവർക്ക് രോഗമില്ല എന്ന് ആശുപത്രിക്കാർ പറയുമ്പോൾ ഉള്ള സന്തോഷം ചെറുതല്ല. ദോഷങ്ങളൊക്കെ മാറും. അങ്ങനെ നമുക്ക് നല്ലത് വരും.
അതേപോലെ നമുക്ക് ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാകസ്തത്രാതുരവാചി, എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആൾ സുഖിയായിട്ട് ഭവിക്കും. കൂടാതെ വ്യാഴം 11 നമുക്ക് ദക്ഷിണേ അനുകൂലെ പ്രായോ അനുകൂലാക സകലാശത, എല്ലാ ദേവന്മാരുടെയും പ്രീതി സഹായം അനുകൂലം ഇതൊക്കെ കിട്ടും. ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടുമെന്നാണ്. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കർണുള്ളപ്പോൾ ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിച്ച് ഏത് ഫാക്ടറിയും പ്രവർത്തിപ്പിച്ച് ജയിക്കാൻ പറ്റുന്നത് പോലെയാണ് ഈശ്വരൻ്റെ സഹായം ഉള്ള സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിന് പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ പോലും വൻ വിജയത്തിൽ ആക്കി തീർക്കാൻ പറ്റും. അങ്ങനെ 3 കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും. കേസും വഴക്കും അടി അക്രമങ്ങളൊക്കെ ഉള്ളത് മാറും. അതെല്ലാം പുലിയെ പോലെ നിൽക്കണവനും പൂച്ചയെ പോലെ വരും. നമ്മൾ സ്നേഹിച്ച് പോയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് 4 പറയുന്നത് ദരിദ്രന്മാർ പോലും സമ്പന്നന്മാരായിട്ട് പോകും. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാതെ കിടക്കുന്ന പൂർവിക സ്വത്തുക്കൾ, കേസിൽ കിടക്കുന്ന വസ്തുക്കൾ, ഓഹരികൾ, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട അവസ്ഥകൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ നമുക്ക് പൈസകളൊക്കെ കിട്ടും. അപ്പം നല്ല കിട്ടും. പിന്നെ ലോട്ടറി അടിക്കുന്ന സമയമാണെന്ന് ചില ആൾക്കാർ ചോദിക്കും. ലോട്ടറി ഒരുപാട് ഞാനും എടുത്തിട്ടുണ്ട്, പക്ഷേ വലിയ ഒന്നും കിട്ടിയിട്ടില്ല, വലിയ പ്രൈസുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ലോട്ടറി നമ്മൾ അടിച്ചതേ ഉള്ളൂ. നമ്മൾ ലോട്ടറി എടുത്ത് കഷ്ടപ്പെടേണ്ട. എങ്കിലും ഭാഗ്യ പരീക്ഷണത്തിന് നിങ്ങളൊരു ഓണം ബമ്പറ, അതേപോലെ ക്രിസ്മസ് ബമ്പറ, ന്യൂ ഇയർ ബമ്പറൊക്കെ വേണമെങ്കിലൊക്കെ എടുക്കുക. അത് 1 2 മാത്രം എടുത്താൽ മതി. കാരണം ഒന്ന് ഭാഗ്യം പരിശോധിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ നമുക്ക് 11 വേഴം നിൽക്കുമ്പോൾ ഒരുപാട് പണമൊക്കെ കിട്ടുമെന്നാണ് ഞാനും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്നാലും പരീക്ഷിച്ച രീതി നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കിട്ടും. എന്നാലും വലിയ പരീക്ഷണമൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ നിലനിർത്തി പ്രവർത്തിക്കാനും, ഒരു വീട് വാങ്ങിക്കണമെന്ന അത് വസ്തു വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ നേടിക്കിട്ടും. പിന്നെ സമ്പത്ത് സന്തതിയിലേക്ക് ആളാണ് വേറെ. സമ്പത്ത് കിട്ടണ മാത്രമല്ല, ഉള്ള മക്കൾക്ക് വിദ്യ, ഉദ്യോഗാധികാരം, അഭിവൃദ്ധി, സമ്പത്ത്, സൗഭാഗ്യവും ഐശ്വര്യവും ഇതൊക്കെ കിട്ടുന്ന സമയം കൂടെ. അപ്പോൾ പിള്ളേരെ കാര്യത്തിലും വിഷമിക്കരുത്. മക്കളുടെ പറഞ്ഞ മക്കളെ ഏത് പരീക്ഷ എഴുതിയാലും നിനക്ക് ഡൊണേഷൻ കൊടുക്കാതെ ജോലി കിട്ടാനും പൈസ കിട്ടാനും അഡ്മിഷൻ കിട്ടാനൊക്കെ യോഗം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിലും ലണ്ടനിലൊന്നും പോവാതെ ഇവിടെ തന്നെ രാജാവായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റും. വിദേശത്ത് പോകുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ചിലവാകും. പിന്നെ അവർക്ക് പഠിക്കാനുള്ള ഫീസാവും. പഠിച്ച് അവിടെയും ഇവിടെയും ഒരു ഗതിയില്ലാതെ കിടന്ന് അലയുമ്പോഴാണ് അച്ഛനമ്മമാർ തകർന്നു പോകുന്നത്. പിള്ളേർ തകരുന്നില്ല. കാരണം എന്നാൽ അവർ ഒരു കാര്യവശാലും നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. അവരുടെ സന്തോഷമാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് അച്ഛനമ്മമാർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ വിദേശത്തൊക്കെ നല്ല നേട്ടവും ജോലിക്ക് ഇപ്പോൾ കിട്ടാൻ പാടായതുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും നമ്മൾ ഒന്ന് അന്വേഷിച്ച് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് മരിച്ചിറഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭാഗ്യം കിട്ടി, ലാഭം കിട്ടി, ജോലി കിട്ടി, രക്ഷപ്പെടാനുള്ള യോഗോട് വേഴ മാറ്റം കൊണ്ടുള്ളത്. വേഴ എട്ടി നിൽക്കുകയാണ്. എട്ടിൻ്റെ പണി കിട്ടുന്ന സമയമാണ് വേഴ എട്ടി നിൽക്കും. എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് ഒരു ഗതിയില്ല, പുരോഗതിയില്ല, അധോഗതി മാത്രം. ഇപ്പം വേഴൻ നോക്കാം 9 വരുന്നതാണ്. 9 12 വർഷത്തിലൊരിക്കൽ വേഴ 9 വരും, അടുത്ത 10 വരും, അടുത്ത 3 കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുവർണകാലങ്ങളാണ്. കാരണം 9 വേഴ നിൽക്കുമ്പോൾ ഗുരുജനമനസ് ഈശ്വരാണാം പ്രസാദോ, ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കും. വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ, ഭാഗ്യ ധർമാദികളും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിക്കിട്ടും. പൗത്ര സൗഖ്യം, പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ. ഇപ്പം മക്കളും മക്കളും കുടുംബവും ഐശ്വര്യമൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ട് വരുന്ന ഒരു സമയമാണെന്ന് പറയുമ്പോൾ ഭാഗ്യം എപ്പോഴും നമ്മളെ തുണയ്ക്കില്ല. ഒരുപാട് കഴിവ് അറിവുള്ളൂ പലവർക്കും ഭാഗ്യം കിട്ടാറില്ല. ഭാഗ്യബന്ധം വസൂതയ്യ മാ ശൂരം മാ ആചാര്യ പണ്ഡിതോ എന്ന് പണ്ട് കാന്താരി പാഞ്ചാലിയുടെ പറയും. മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ 5 മാപ്പിളയുണ്ട് പാഞ്ചാലിക്ക്. ആ കാന്താരിക്ക് 101 മക്കളുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഭാഗ്യം ഇല്ലാത്തതായി. ഒരു മക്കളുണ്ടായാലും വേണ്ടില്ല, ഭാഗ്യമുള്ള മക്കളെ കിട്ടണമെന്നാണ് അവർ തമ്മിൽ പറഞ്ഞ കഥ. ഇല്ലാതെ വലിയ മാശൂരം, വലിയ ശൂരനോ വലിയ ആചാരനോ വലിയ പണ്ഡിതനായിട്ടൊരു കാര്യമില്ല. ഭാഗ്യം വേണം. അപ്പം നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്ന സമയമെന്നാണ് ഞാൻ പറയണത്. ഭാഗ്യം കിട്ടുമ്പോഴാണ്
ചെറിയ ജോലി കിട്ടിയാലും അതിൽ കയറി പറ്റിക്കോളാം. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ടെസ്റ്റ് എഴുതി പരീക്ഷ എഴുതി വലിയ പൊസിഷൻ എത്താം. അതേപോലെ ഇപ്പം എനിക്ക് കല്യാണം വേണ്ട എന്ന് പെണ്ണായിരുന്നാലും ആണായിരുന്നാലും വിചാരിക്കരുത്. ഒരു കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ആ കല്യാണത്തിൽ കൂടെ നമുക്ക് നല്ല ജീവിതം കിട്ടും, നല്ല മക്കളെ കിട്ടും, നല്ല ഭാര്യയെ കിട്ടും, നല്ല ഭർത്താവിനെ കിട്ടും. പഠിച്ച് എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാണ് മിക്ക വീട്ടിലെ മക്കളും പറയണത്. അവസാനം ജോലി കിട്ടിയില്ലെങ്കിൽ മാപ്പിളയില്ല, മക്കളുമില്ല, ജീവനുമില്ല, ജീവിതവുമില്ല. അത്രയും കഷ്ടമാണ്. ഞാൻ ആക്ഷേപിച്ച് പറയണല്ല, ഉള്ളായിരിക്കുമെന്ന് പറഞ്ഞത് ജ്യോത്സ്യന്മാരാണ് കല്യാണം മുടക്കണേന്ന് പറഞ്ഞത്. ഈ അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്നാണ് കല്യാണം മുടക്കണതെന്നാണ് എൻ്റെ അറിവിലും അനുഭവ പരിജ്ഞാനത്തിലും എനിക്കറിയാൻ പറ്റിയിട്ടുള്ളൂ. അയ്യോ അമ്മക്ക് പഠിക്കണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മോന് പഠിക്കണം, അല്ലെങ്കിൽ അവന് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ജ്യോത്സ്യരെ പഠിപ്പിച്ചതിൻ്റെ കടം പോലും തീർന്നില്ല പിള്ളേർക്ക് എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മമാരും കഷ്ടപ്പെട്ട് അവരുണ്ടാക്കി എല്ലാം തീർന്ന് പിള്ളേർക്ക് ഒരു പുരോഗതി വന്നിട്ടും മതി അവർക്ക് നല്ലൊരു വിവാഹം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റില്ല. പക്ഷെ നല്ല നല്ല ഭാര്യ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയ പിള്ളേരെ ജീവിതമെങ്കിലും നല്ലതായില്ലേ? അത് നമ്മൾ ചിന്തിക്കണം. ഭാഗ്യം കിട്ടുമ്പോൾ നല്ല നല്ല ഭാഗ്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ കയ്യിൽ വരും. അത് നമ്മൾ കാലുമടക്കി അടിച്ചു കളഞ്ഞാൽ പറ്റൂല. മഹാലക്ഷ്മിയെ നമ്മൾ അടിച്ചു കളഞ്ഞാൽ പിന്നെ വരേണ്ടത് മൂലയിലായി. അങ്ങനെ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസത്, ഗുരുക്കന്മാരും ഈശ്വരന്മാരും പ്രസാദിക്കും. വെറുതെ ഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭ തപസ്, നമ്മൾ തപസ് എന്ന് വെച്ചാൽ ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ച് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നേടുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തെയാണ് തപസ്സെന്ന് പറയുന്നത്. സ്വാമിമാരിങ്ങനെ ഇരുട്ടത്തും മഴയത്തും വെയിലത്തും ഉണ്ണാതെയും തിന്നാതെയും തപസ് ചെയ്യണതിനാണ്. പൈസ കിട്ടണം, ജോലി കിട്ടണം, പെണ്ണ് കിട്ടണം, മക്കൾ കിട്ടണമെന്നല്ല. അവർക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലത് വരാനുള്ള സിദ്ധികളും ഭക്തികളും കഴിവുകളും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആ സന്യാസിമാർ ആശ്രമധർമ്മത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യ ദൈവങ്ങളെ നമ്മൾ ആക്ഷേപിക്കണമെങ്കിലും സർക്കാർ ചെയ്യാത്ത സേവന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ആശ്രമങ്ങളും സ്വാമിമാർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സുനാമിക്ക് എത്ര വീട് സർക്കാർ വെച്ചു കൊടുത്ത്, ആശ്രമങ്ങൾ വെച്ചു കൊടുത്തു, സ്വാമിമാർ എന്തൊക്കെ സമൂഹത്തിൽ ചെയ്തു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്കും ഒരു മനുഷ്യ ദൈവം ആയില്ലെങ്കിൽ ഒരു മനുഷ്യനാവാനെങ്കിലും പറ്റിയ എത്ര പേര് രക്ഷപ്പെടും. അങ്ങനെ നോക്കാം. അത് ആശ്രമങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും ഇതൊക്കെ ചെയ്യാം. എല്ലാ സമുദായക്കാർക്കും, നാട്ടുകാർക്കും, ഭക്തന്മാർക്കും, പാവപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളാരും അത് ശ്രമിക്കാത്തവരെ നമ്മളെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ പാർട്ടി ഫണ്ടുകൾ കോടികളുണ്ട്, അത് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാം. പക്ഷെ അത് ഒരു പാർട്ടിയും ചെയ്യൂല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമുക്ക് ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും. എല്ലാ കാര്യത്തിനും വിജയവും പുരോഗതി വരും. അങ്ങനെ നല്ലത് വരും. അതാണ് 9 വേഴം നിൽക്കുന്നത്. 10 വരുമ്പോഴാ നമുക്ക് നല്ല ജോലി, പ്രമോഷൻ, വീട് വയ്ക്കാൻ യോഗം, വസ്തു വാങ്ങിക്കാൻ യോഗം, നല്ല സമ്പത്ത്, സന്തതി, സൗഭാഗ്യ, ഐശ്വര്യം ഇതൊക്കെ കിട്ടി വെറും സീറായിട്ടിരിക്കുന്ന ഒരു ഹീറാവും, ഹീറായിട്ടിരിക്കുന്ന ഒരു സ്റ്റാറാവും, സ്റ്റാറായിട്ടിരിക്കുന്ന ആൾ സൂപ്പർ സ്റ്റാർ ആവും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിലൊന്ന് പ്രയത്നിച്ചാൽ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യങ്ങളും കിട്ടുന്ന സമയം. അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെയും വഹിച്ച് പിള്ളേരെയും ഭാര്യയും മക്കളെയൊക്കെ കണ്ട് അവർക്ക് വരുന്ന ചെറിയ ജോലിയും അത് അവസരങ്ങളും അഡ്മിഷനുകളും ഒക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നി കളയാതെ ഉള്ളതിനെ കൊണ്ട് നമ്മൾ നിലനിർത്തി പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായിട്ടും കിട്ടും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിലെ നമുക്ക് നല്ല ഭാഗ്യം, അഭിവൃദ്ധി, ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വരില്ല. എന്തൊരു ശനി വന്നാലും വേഴം വന്നാലും പോയാലും നമുക്ക് കുരുക്കൊന്നും വരില്ല. പക്ഷേ ജാതകത്തിൽ ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പല കുരുക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് ജാതകം നോക്കി നമ്മുടെ സമയങ്ങൾ, ഗ്രഹസ്ഥിതികളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെ ഗ്രഹപ്പഴമുണ്ടോ അതിന് നമ്മൾ പരിഹാരം ചെയ്ത് നമ്മളൊരു ചെറിയൊരു പനി വന്ന് ആശുപത്രി ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി എന്തൊക്കെ ഫാൾട്ടുകൾ, എന്തൊക്കെ രോഗമുണ്ട്, ഏതൊക്കെ മെഡിസിൻസ്, ഏതൊക്കെ വേണമെന്ന് പറയുന്നത് പോലെയാണ് ഒരു ജാതകം നോക്കി കാണുന്ന ദോഷങ്ങൾക്ക് പരിഹാരം. മരുന്നും മന്ത്രം എന്നാണ് പറയുന്നത്. മരുന്നും കഴിക്കണം, അത് ആശുപത്രിയിൽ പോകണം. ഒട്ടനവധി ആശുപത്രികൾ നമ്മളെ നാട്ടിലുണ്ട്. അത് മരുന്ന് അവിടെ കിട്ടും. മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് പൂജകളോ പരിഹാരങ്ങളോ ചെയ്താൽ നമുക്ക് വിനകൾ മാറി നല്ലത് വരും. അപ്പോൾ ജാതകം പരിശോധിക്കുന്നതിന് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും അയച്ചു തരണം. ഫീസ് തരാത്തവരുണ്ട്. അതുകൊണ്ട് പൈസ ഭയങ്കര അത്യാഗ്രഹമാണെന്നൊക്കെ വീഡിയോയിൽ ആളുകൾ പറയുന്നുണ്ട്, കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെപ്പോലെ 50 പേരുണ്ടെങ്കിൽ 50 പേരും മെസ്സേജ് അയക്കും.
ഞാൻ ഈ 50 പേർക്കും പറഞ്ഞ് എൻ്റെ സമയവും ഫോണ് ചാർജ് നെറ്റ് എല്ലാം വരുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കണമെങ്കിൽ പൈസ തന്നാൽ അത് പറയാൻ എളുപ്പമായിരിക്കും. പൈസ ഇല്ലാത്തവർക്ക് പറയാൻ പാടല്ല, പക്ഷേ ഇത് ജോലി ഭാരം കൂടുതലായി. പൈസ ചോദിച്ചാൽ ചിലർ വിളിക്കില്ല, എനിക്ക് സന്തോഷവും കിട്ടും സമാധാനവും കിട്ടും. അതുകൊണ്ട് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാലഭൈരവസ്വാമി ക്ഷേത്രത്തിലും ദർശനം പൂജ വഴിപാടുകളൊക്കെ നടത്തിയാൽ നല്ലതാണ്. അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ബ്രഹ്മാവ് വിഷ്ണുവും മഹേശ്വരൻ ഗണപതി മുരുകൻ ഹനുമാൻ കാലഭൈരവൻ മുത്തഞ്ചയൻ ദക്ഷിണാമൂർത്തി ചരവാമൂർത്തി നവഗ്രഹങ്ങൾ ഹനുമാൻ അങ്ങനെ ഗായത്രി ദേവി എല്ലാ ദൈവങ്ങളും ഉള്ളൊരു അമ്പലമാണ്. അതുകൊണ്ടാണ് അവിടെ വന്ന് തൊഴുവാൻ പറയുന്നത്. എല്ലാ അമ്പലങ്ങളിലും പോകണം, പള്ളികളിലും ദൈവങ്ങളടുത്തൊക്കെ പോകണം. മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സീറോയിൽ നിന്ന് നിങ്ങൾക്ക് ഹീറോ ആവാൻ തീർച്ചയായിട്ടും പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.